ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ചെയ്യുന്ന വീഡിയോ ഒരു ചെറിയൊരു വീഡിയോയാണ്. ഈ കാണുന്നത് CFA ബൾബിലുള്ള ഒരു ചെറിയൊരു ലൈറ്റാണ്. ആ ലൈറ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് നമുക്ക് LED ബൾബ് എങ്ങനെ ആക്കിയെടുക്കാമെന്നുള്ളതാണ് ഈ വീഡിയോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വോൾട്ട് ഡിസ്ക് കപ്പാസിറ്റർ 2 ലെഗുകളുണ്ടാകും. ഒരു ലെഗിൽ 470K റെസിസ്റ്റർ ഇതുപോലെ ലിങ്ക് ചെയ്യുക. അതിൽ ഒരെണ്ണം AC 220 കൊടുക്കാം. മറ്റേത് 4007 ഡയോഡ് 4 എടുക്കുക. അതിൻ്റെ വരയിട്ട ഭാഗം 2 പോസിറ്റീവ് പിരിച്ചെടുക്കുക. വരയില്ലാത്ത 2 ഭാഗവും പിരിച്ചെടുക്കുക. അത് നെഗറ്റീവാണ്. ഒരു വരയുള്ള ഭാഗവും ഒരു വരയില്ലാത്ത ഭാഗവും AC ആയി ഡിസ്ക് കപ്പാസിറ്ററിൻ്റെ മറ്റേ ലെഗിലേക്ക് കൊടുക്കുക. അതിനുശേഷം ഇപ്പോഴത്തെ ഡയോഡിൻ്റെ വരയുള്ള ഭാഗവും വരയില്ലാത്ത ഭാഗവും AC ആയി 220 കൊടുക്കാം. 2 വയറുകൾ എടുക്കുക. അതിനുശേഷം 1000 mmFൻ്റെ 25 വോൾട്ടിൻ്റെ ഒരു കപ്പാസിറ്റർ എടുക്കുക. കപ്പാസിറ്ററിൻ്റെ ഈ നെഗറ്റീവ് എന്ന് എഴുതിയിരിക്കുന്ന വര ഇട്ടിട്ടുണ്ട്, അതാണ് നെഗറ്റീവ്. ആ നെഗറ്റീവ് നമ്മൾ നമ്മുടെ 4007 ഡയോഡിൻ്റെ നെഗറ്റീവിലേക്ക് കൊടുക്കുക. അതായത് വരയില്ലാത്ത ഭാഗമാണ് നെഗറ്റീവ്, അതിലേക്ക് കൊടുക്കുക. കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് നമ്മുടെ ഡയോഡിൻ്റെ വരയുള്ള ഭാഗം പോസിറ്റീവ്, അതിലേക്ക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് കൊടുക്കുക. അതിനുശേഷം ഒരു സെനാർ ഡയോഡ് 12 വോൾട്ടിൻ്റെ ഒരു സെനാർ ഡയോഡ് എടുക്കുക. അതിൻ്റെ വരയുള്ള ഭാഗം പോസിറ്റീവാണ് വരയുള്ളത്. ആ ഭാഗം കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവിലേക്ക് കൊടുക്കുക. വരയില്ലാത്ത ഭാഗം നമ്മുടെ ഡയോഡിൻ്റെ നെഗറ്റീവിലേക്ക് കൊടുക്കുക. പിന്നെ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവിലേക്ക് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത് 12 വോൾട്ടിൻ്റെ ഔട്ട്പുട്ട് 12 വോൾട്ട് കിട്ടും. ആ 12 വോൾട്ടിലേക്ക് കൊടുക്കേണ്ട LED ബൾബ് കറക്റ്റ് DC നെഗറ്റീവും പോസിറ്റീവും കൊടുക്കുമ്പോൾ 12 വോൾട്ടിൻ്റെ LED ബൾബ് കത്തി നിൽക്കും. അതായത് നമുക്ക് ഡയറക്റ്റ് AC വഴി തന്നെ 12 വോൾട്ടിൻ്റെ LED ബൾബ് DC ആയി പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നതാണ്. അതാണ് ഈ സർക്യൂട്ട്.